നമ്മുടെ കേരള പൊറോട്ടയുടെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണം. അപ്പൊ അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ 2 പൊറോട്ട ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പൊറോട്ട വെച്ചിട്ട് ഞാൻ ഇന്ന് കൊത്തു പൊറോട്ട ഉണ്ടാക്കി നോക്കാൻ പോവാണ്. അപ്പോൾ കൊത്തു പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 പൊറോട്ട ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ കറിയുടെ ഗ്രേവി വെച്ചിട്ടാണ് കൊത്തു പൊറോട്ട ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ചിക്കൻ കറിയുടെ ഗ്രേവിയും കുറച്ച് കഷ്ണങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു ഓണിയൻ പകുതി കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കൊറിയാണ്ടറും 2 ഗ്രീൻ ചില്ലിയും, അത് രണ്ടും ഇങ്ങനെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. ഞാനപ്പോൾ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട് അതിലേക്ക്. ഉണ്ണിയനും ചില്ലിയും കൂടെ ഒന്ന് വാട്ടിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഓണിയൻ പെട്ടെന്നൊന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ വാടി കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ കോഴിമുട്ടയിലേക്ക് ആഡ് ചെയ്യാം. കോഴിമുട്ട ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കൊത്തിപ്പൊരിക്കാം. കൊത്തിപ്പൊരിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ പൊറോട്ട ഇഡലിലേക്ക് മിക്സ് ചെയ്യാം നമുക്ക്. കോഴിമുട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് പൊറോട്ട ആഡ് ചെയ്യാം കേട്ടോ. പൊറോട്ട നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ പൊറോട്ട ഞാനിവിടെ ഉണ്ടാക്കിയ പൊറോട്ടയാണ്. ഞാൻ ഇതിന് മുമ്പ് പൊറോട്ട ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് നോക്കുക. അപ്പോൾ ഞാൻ ചിക്കൻ കറിയുടെ ഗ്രേവിയാണ് ഇതിലേക്ക് ആഡ് ചെയ്യണത്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി ഇതാ ഗ്രേവിയും ചിക്കൻ്റെ പീസും പൊറോട്ടയും എല്ലാം കൂടി ഇങ്ങനെ കൊത്തി എടുക്കുക. ചെറിയ ചെറിയ ചിക്കൻ്റെ പീസുകളുണ്ട് ഇതിൽ. അപ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് കൊത്തി എടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി തൂവി കൊടുക്കാം കേട്ടോ. നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഉപ്പ് ആക്ച്വലി ഉണ്ട് എല്ലാത്തിലും. പിന്നെ ലാസ്റ്റ് സ്റ്റേജിൽ നമ്മളിതിൽ കുറച്ച് കൊറിയാണ്ടർ ലീവ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൊത്തു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. 5 മിനിറ്റ് പരിപാടിയുള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.